ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് പീരീഡ്സിനെ കുറിച്ചാണ് ഗൈസ്. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, അതുപോലെ തന്നെ പീരീഡ്സ് ക്രാംസ്, അതുപോലെ തന്നെ പീരീഡ്സ് ഹൈജീനൊക്കെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ എനിക്ക് ഈ കോണ്ടൻറ്റ് കിട്ടിയത് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിന്നാണ്. എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മൈ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ്. അതിൻ്റെ താഴെ ഒരു കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, ചേച്ചി ഒരു പീരീഡ്സ് ഹൈജീൻ വീഡിയോ ചെയ്യണേന്നൊക്കെ. സോ ഞാൻ വിചാരിച്ചു നല്ലൊരു ടോപ്പിക്കാണ്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. സോ ഫസ്റ്റിന് കമ്മിങ് ടു ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഈ പീരീഡ്സ് ഇറഗുലർ ആവുന്നത് മേ ബി കുറച്ച് സ്ട്രെസ്സൊക്കെ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പീരീഡ്സ് ഡിലേ ആവാറുണ്ട്. അതിങ്ങനെ കുറച്ച് ഡേയ്സൊക്കെയാണ് ഡിലേ ആവാറ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വൺസ് ഇൻ 6 months, അതുപോലെ വൺസ് ഇൻ 3 months അങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക. മേ ബി അത് വല്ല PCODയുടെ ഇഷ്യൂ കൊണ്ടോ, അതല്ല നിങ്ങളിങ്ങനെ ഓവർ വണ്ണം വെക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ പീരീഡ്സ് ഡിലേ ആവുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതുപോലെ ഹോം റെമഡീസ് അങ്ങനെയൊന്നും വെച്ച് ഇരിക്കരുത്. ഇങ്ങനെ ഇത്രയധികം ഡിലേ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഇതുപോലെ പീരീഡ്സ് ഡിലേ ആവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡോക്ടറെ പോയി കണ്ട് പ്രഗ്നൻസിയുടെ കാര്യം ചെക്ക് ചെയ്യുക. പിന്നെ എന്താ ഇറഗുലർ പീരീഡ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ലേറ്റ് ആവുന്നവർക്ക് എൻ്റെ കയ്യിലൊരു ടിപ്പുണ്ട് ഗൈസ്. നമ്മൾ വെള്ളം നന്നായി, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ സ്ഥലത്തേക്ക് നോക്കുന്നത്, എനിക്ക് ഇതിലോട്ട് തന്നെ നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ കണ്ണൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ റിംഗ് ലൈറ്റൊക്കെ വെച്ചേക്കുന്നുണ്ട്. സോ ഓക്കെ, എൻ്റെ ഒരു ടിപ്പുണ്ട് ഗൈസ്. ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഡിലേ ആവുന്നവർക്ക്, പീരീഡ്സ് അങ്ങനെ ഡിലേ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 കപ്പ് വെള്ളം എടുത്ത് നന്നായി തിളപ്പിക്കുക. അതിലേക്ക് ഒരു 2 പീസ് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുക. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഗൈസ്. സോ നമുക്കിതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കട്ടൻ ചായയുടെ ഒക്കെ ഒരു ലുക്ക് വരുമ്പോൾ നമുക്കത് എടുക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നുണ്ടെങ്കിൽ അത് തിളച്ച് ഒരു ഗ്ലാസ് ആകുമ്പോൾ നമുക്ക് എടുക്കാം. എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ പെട്ടെന്ന് തന്നെ പീരീഡ്സ് ആവും ഗൈസ്, ഷുവർ. ഞാനത് ഒരു തവണ ട്രൈ ചെയ്തിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് അത് ട്രൈ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മുടെ പീരീഡ്സ് ഹൈജീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മെൻസ്ട്രൽ കപ്പാണ് ഗൈസ്. എനിക്ക് പാഡിനേക്കാളും ഫാർ ബെറ്റർ മെൻസ്ട്രൽ കപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും, നമ്മൾ പാഡിൽ നിന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞ് ഇനി മെൻസ്ട്രൽ കപ്പിൽ നിന്ന് ഒരിക്കലും ഒരാളും തിരിച്ച് പാഡിലേക്ക് പോകത്തില്ല. കാരണം അത്ര സുഖമാണ് ഗൈസ്. നമ്മൾ ഈ പാഡൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് എക്കോ ഫ്രണ്ട്ലി ആണ്. അതുമാത്രമല്ല ഞാൻ ബേസിക്കലി ഇത് തിരഞ്ഞെടുത്തത് എനിക്കിവിടെ നമ്മുടെ ഹെൽത്തിന്ന് ഈ മെൻസ്ട്രൽ കപ്പ് കിട്ടി. അപ്പോൾ അവരുടെ വക ചെറിയൊരു അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ വഴി കിട്ടിയതാണ് കേട്ടോ. ഞാനത് ഒരു ദിവസം യൂസ് ചെയ്ത് ഒരു പ്രാവശ്യത്തെ 1 വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് ഞാൻ ഒരു പീരീഡ്സ് ഡേയ്സിലും ഇരുന്നിട്ടില്ല ഗൈസ്. അത്ര അടിപൊളിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലീക്കേജ് എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യേണ്ട. നമുക്ക് പാഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത് നമുക്കറിയാം, ഓരോ ഫീലിങ്സും നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല ഗൈസ്. സോ അത്ര അടിപൊളിയാണ്. നിങ്ങൾ മെൻസ്ട്രൽ കപ്പിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ടെൻഷനും പകുതി ആശ്വാസമാണ് ഗൈസ്. സാനിറ്ററി പാഡ്സൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീക്കുമ്പോഴൊക്കെ നമുക്ക് ടെൻഷനാണ്, ദൈവം ഇനി ഇത് പോയി മാറ്റണമല്ലോ അങ്ങനെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവൻ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ ഒരു 6 hours ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴും ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ 8 hours കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുക. ഞാനൊക്കെ 8 hours കഴിയുമ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്. നമുക്ക് 12 hours കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്താലും മതി കേട്ടോ. പക്ഷേ എങ്കിലും അങ്ങനെ 12 hours above ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ബാഡ് സ്മെൽസ് വരാനും അവിടെ ഫംഗസ് അല്ലെങ്കിൽ വേറെ പല ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ
അത് എടുക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ തിരിച്ചു വെക്കുമ്പോഴും അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് വെക്കുക. അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എപ്പോഴും ഒരു 6 hours കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ അപകടകരമായ അവസ്ഥകളിലേക്ക് പോവാം. ഞാനൊക്കെ എൻ്റെ 10th വരെയൊക്കെ ഉള്ള 10th അല്ല, ഞാനൊക്കെ കോളേജ് ടൈം വരെ ഞാനൊന്നും ബാത്റൂമിലേ പോകത്തില്ല, വെള്ളം കുടിക്കത്തില്ല, ബാത്റൂമിൽ പോവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല, ഒട്ടും ഇഷ്ടമല്ല പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പാഡും ചേഞ്ച് ചെയ്യില്ല ഗൈസ്, സീരിയസ്ലി. പക്ഷേ എനിക്കുണ്ടായ കുറേ ഒരു അവസ്ഥകൾ, യൂറിനറി ഇൻഫെക്ഷൻ, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളിലോട്ട് വന്നു. അതൊക്കെ ഇപ്പോൾ നോർമലായി, എല്ലാം പഴയ പോലെ തന്നെയായി, ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വെള്ളമൊക്കെ അത്യാവശ്യം കുടിക്കുന്നൊക്കെ ഉണ്ട്. എങ്കിലും പിന്നെ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഓവർഫ്ലോ ഉള്ളവർ, അവരൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അതൊക്കെ നിങ്ങൾക്ക് വളരെ നമ്മുടെ ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ നോർമലാക്കാനും വേദനയൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് ഹൈജീൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വലിയൊരു ടോപ്പിക്കാണ് ഗൈസ്, നമുക്ക് ഈ പ്രൈവറ്റ് ഏരിയാസിലൊക്കെ വരുന്ന ഇച്ചിങ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പറയണമായിരുന്നു ഭയങ്കര പ്രശ്നമാണ്, മാറുന്നില്ല, 7 ദിവസമായി, വണ്ടിയുമൊക്കെ പോലും ഇരിക്കാൻ പറ്റണില്ല എവിടെയും, അത്ര പ്രശ്നമാണ്. പൊട്ടിത്തുടങ്ങി. പ്രൈവറ്റ് ഏരിയാസിലൊക്കെ വരുന്ന ഇച്ചിങ്ങൊക്കെ മാറാനുള്ളൊരു ഏറ്റവും എളുപ്പവഴിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ നന്നായിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കുക. അതിലേക്ക് ഒരു 8-10 വെളുത്തുള്ളി ഇട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം വെച്ച് നമ്മൾ വാഷ് ചെയ്യുക. എവിടെയാണോ നമുക്ക് ഇച്ചിങ് പോലുള്ള പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നത്, യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറാൻ ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് കഴിഞ്ഞ ഒരു 2 months മുമ്പ് ഇങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ വരാൻ തുടങ്ങുന്നു എന്ന് എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ആ കുറച്ച് ദിവസം ഞാൻ വെള്ളം വളരെ കുറവാണ് കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്കങ്ങനെ തുടങ്ങുന്നു എന്ന് മനസ്സിലായപ്പോഴേ ഞാൻ ഇതുണ്ടാക്കി വാഷ് ചെയ്തു നന്നായി. ഓഫ് കോഴ്സ് ഗൈസ്, എൻ്റെ ഒരൊറ്റ യൂസിൽ തന്നെ അത് മാറി. സോ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു, എൻ്റെ ഫ്രണ്ടിന്, അവളും യൂസ് ചെയ്ത് അവളുടെയും കംപ്ലീറ്റ്ലി മാറി. സോ ഗൈസ്, യു ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അപ്പം ഇതൊക്കെയാണ് ഹൈജീൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഈ വേദന, നമുക്ക് പീരീഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന വേദനയൊക്കെ മാറാനായിട്ട് ഞാൻ നോർമലി ഉലുവ വറുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അത് നല്ലൊരു ഐഡിയയാണ് കേട്ടോ. പെട്ടെന്ന് വേദനയൊക്കെ നന്നായി കുറയും, വയറുവേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവും നമുക്ക്. പിന്നെന്താ, നമുക്ക് ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഗൈസ്. അതുപോലെ ഫ്രൂട്ട്സ്, വാട്ടർമെലൺ ബെസ്റ്റാണ്. വാട്ടർമെലൺ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, എനിക്ക് തോന്നുന്നു ബ്രോക്കോളി, അതൊക്കെ നല്ലതാട്ടോ. ഇതൊക്കെ നന്നായി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡിൻ്റെ ഫ്ലോയും കാര്യങ്ങളൊക്കെ വളരെ നാച്ചുറൽ ആവും എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ്. സോ പിന്നെ വരുന്നത് എന്തൊക്കെയാണ്, ഇത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെയാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഒരു നാച്ചുറലായിട്ട് എല്ലാ ഗേൾസിനും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഈ അടുത്ത പീരീഡ്സ് ആയിട്ടുള്ള ഏതെങ്കിലും പിള്ളേരുകളൊക്കെ യൂട്യൂബിൽ കയറി ഇതൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും പീരീഡ്സ് ആയിട്ടിരിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതുപോലുള്ള കുട്ടി കണ്ടൻറ്റുകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.